ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് ഇരുപക്ഷത്തു നിന്നും വലിയ അവകാശവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വന്ന വലിയ അവകാശവാദം എന്ന് പറയുന്നത് ഇന്ത്യയുടെ 3 റഫേൽ യുദ്ധവിമാനങ്ങൾ അവർ വെടിവെച്ചിട്ടു എന്നുള്ളതാണ്. അതെ. പക്ഷേ അവരത് പറഞ്ഞതിന് തൊട്ടു പുറകെ ഇന്ത്യ അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ അതിൽ ഔദ്യോഗികമായിട്ട് ഒരു വിശദീകരണം വന്നിട്ടില്ലേ? അതെ അതെ. അതായത് ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ അതിൻ്റെ നിർമ്മാതാക്കൾ ഫ്രാൻസാണ്. അവിടെ ദസോത്ത് ഏവിയേഷൻ എന്ന് പറയുന്ന അതൊരു സ്വകാര്യ വിമാന നിർമ്മാണ കമ്പനിയാണ്. പക്ഷേ അത് നമ്മൾ കരാർ ഒപ്പിട്ടേക്കുന്നത് ഫ്രഞ്ച് സർക്കാരുമായിട്ടാണ്. അപ്പോൾ അവരുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അനുമതിയോടും അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ വിമാന നിർമ്മാണ കമ്പനിയാണ് ഈ ദസോത്ത് ഏവിയേഷൻസ്. അപ്പോൾ അതിൻ്റെ CEO അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന എറിക് ട്രാപ്പിയർ അവിടെ ഒരു ഫ്രഞ്ച് മാധ്യമത്തിന് കൊടുത്ത ഒരു ചലഞ്ചസ് എന്ന് പറയുന്ന ഫ്രഞ്ച് മാഗസീന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഇത് സംബന്ധിച്ച് അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ ഈ അവകാശവാദം പൂർണ്ണമായും തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫ് അവകാശപ്പെട്ടത് ഇന്ത്യയുടെ 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ്. അതിൽ 3 റഫേലും പിന്നെ ഒരെണ്ണം ഒരു സുഖോയും പിന്നെ ഒരു മിറാഷോ, അങ്ങനെ 5 ഇന്ത്യയുടെ 5 വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ഇന്ത്യ അതേ സമയം തന്നെ ആ വാർത്ത തള്ളാനോ കൊള്ളാനോ പോയില്ല. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈനിക വൃത്തങ്ങൾ പറഞ്ഞത് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ നഷ്ടങ്ങൾ സ്വാഭാവികമാണ് എന്നൊരു നിലപാടാണ് എടുത്തത്. പാകിസ്ഥാൻ്റെ അവകാശവാദത്തെ നമ്മൾ അംഗീകരിച്ചതുമില്ല, തള്ളിക്കളഞ്ഞതുമില്ല. എന്നാൽ കിംവദന്തികൾ പ്രചരിച്ചത് ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വാർത്തയെ ബലം വെക്കുന്ന രീതിയിൽ വീണ്ടും ഒരു സൈനിക മേധാവിയുടെ ഒരു സ്ഥിരീകരണം എന്ന നിലയിൽ വാർത്തകൾ വന്നു, ഇന്ത്യയുടെ വിമാനങ്ങൾ വീണിട്ടുണ്ട് എന്ന തരത്തിൽ. പക്ഷെ അപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് അതിൽ പ്രസക്തമാണ്. നമ്മൾ ഡൗൺ ചെയ്തു, വിമാനങ്ങൾ താഴെ ഇറക്കി, സാങ്കേതിക തകരാർ പരിഹരിച്ചു, വീണ്ടും നമ്മൾ ആ പ്രശ്നം പരിഹരിച്ച് പാകിസ്ഥാൻ്റെ ആക്രമണത്തെ അല്ലെങ്കിൽ അവർക്ക് ഉചിതമായ മറുപടി നൽകി എന്നുള്ളൊരു പ്രതികരണമാണ് അന്നും അദ്ദേഹം നടത്തിയത്. അപ്പോൾ ഇതിനെയൊക്കെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ദസോട്ട് CEO ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പോലെ അത്തരം ഒരു സംഗതിയെ ഉണ്ടായിട്ടില്ല. ഇത് സംബന്ധിച്ച് ഇങ്ങനൊരു നഷ്ടം ഉണ്ടായാൽ ഉറപ്പായിട്ടും ഇന്ത്യൻ എയർഫോഴ്സ് ദസോട്ടിനെ ഔദ്യോഗികമായി അറിയിക്കണം. കാര്യം ഈ പറയുന്ന വിമാനങ്ങളുടെ മെയിൻ്റനൻസും അതിൻ്റെ അപ്ഗ്രഡേഷനും മറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഈ പറയുന്ന ഫ്രഞ്ച് കമ്പനി തന്നെയാണ് നിർവഹിക്കുന്നത്. അതെ, അതായത് ഈ സുരക്ഷാ ഓഡിറ്റ് എന്ന് പറയും. ഈ അവരുടെ പ്രതിനിധികൾ കൃത്യമായി ഇവിടെ വന്ന് ഈ വിമാനങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി, അതിനെന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഇതെല്ലാം അവർ തന്നെയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നിന്ന് കിട്ടിയിട്ടില്ല. ഇനി അദ്ദേഹം പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ സംഗതിയാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ ഇപ്പോൾ ഇതുവരെ ആർക്കും വെളിപ്പെട്ടിട്ടില്ല. സത്യം പുറത്തു വരുമ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് നേരത്തെ ചില വാർത്തകളൊക്കെ വന്നിരുന്നു, ഇന്ത്യ ഫേക്ക് ആയിട്ടുള്ള റഫേലിൻ്റെ ഫേക്ക് ആയിട്ടുള്ള വിമാനങ്ങൾ പാകിസ്ഥാൻ അയച്ചു കൊടുത്തിട്ട് അത് പാകിസ്ഥാൻ തകർത്തു എന്ന തരത്തിൽ ചില വാർത്തകളൊക്കെ വന്നിരുന്നു. ആ സൂചനയിലേക്കാണ് ഇപ്പോൾ അദ്ദേഹവും പറയുന്നത്. അതായത് ആളില്ലാ വിമാനങ്ങൾ, റഫേലിൻ്റെ മുദ്രയോടുകൂടി ആളില്ലാ വിമാനങ്ങൾ ഇന്ത്യ അയക്കുകയും പാകിസ്ഥാൻ അതിനെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അന്ന് വന്ന വിവരങ്ങൾ. ആ ആക്രമണത്തിലൂടെ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ മേഖല എവിടെയാണുള്ളതെന്ന് കൃത്യമായി ഇന്ത്യക്ക് മനസ്സിലായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് അന്ന് വന്നത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ദസോത്ത് ഏവിയേഷൻ്റെ CEO ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് യഥാർത്ഥ വസ്തുതകൾ വന്നിട്ടില്ല, വന്നു കഴിയുമ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെടും. ആ ആശ്ചര്യപ്പെടുന്ന എന്താണ് നമുക്ക് ഈ ഒരർത്ഥത്തിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. പാകിസ്ഥാനെ വിദഗ്ധമായി പറ്റിച്ചു. നിലവിൽ നമുക്ക് ഈ റാഫേലിനെ കുറിച്ച് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയുടെ തദ്ദേശീയമായ മിസൈലുകൾ, ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ ഈ റാഫേലിൽ ഘടിപ്പിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള ആശങ്കകളൊക്കെ വന്നിരുന്നു. അതിനും ഇപ്പോൾ പരിഹാരമായിട്ടുണ്ട്. ഈ പറയുന്ന റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്യാൻ, ഇന്ത്യയിൽ അതിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉള്ള ധാരണയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രശ്നവും പരിഹരിക്കപ്പെടുകയാണ്. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ റഫേലിന് ഈ സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് പറയും. അതായത് റഡാറുകളെ വെട്ടിച്ച് മുന്നേറാനായിട്ടുള്ള വേഗത അല്ലെങ്കിൽ ആ ഒരു സംവിധാനം, അത് ഈ അമേരിക്കയുടെ F-16 യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ F-35 യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ് എന്ന തരത്തിൽ അദ്ദേഹം ചില വാർത്തകളൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിനും അദ്ദേഹം പറഞ്ഞത്
ഇപ്പോൾ നിലവിലുള്ള അതായത് റഫേൽ എന്ന് പറയുന്നത് 4.5 ജനറേഷൻ വിമാനമാണ്. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിലവിൽ ഉള്ള 4.5 യുദ്ധവിമാനങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ റഫേലിനെ മറ്റൊന്നുമായും താരതമ്യം ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ചൈനയ്ക്ക് റഫേലിന് പകരം വെക്കാവുന്ന യാതൊരു സംവിധാനവും തരാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. കാര്യം പാകിസ്ഥാൻ ഇപ്പോഴും വിമാനങ്ങൾക്ക്, അതായത് 5ാം തലമുറ വിമാനങ്ങൾക്ക് ആയി ഇപ്പോഴും ആശ്രയിക്കുന്നത് ചൈനയെയാണ്. അവർക്ക് അമേരിക്കയിൽ നിന്ന് F-16 യുദ്ധവിമാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ അവർക്ക് നിയമപരമായ അവകാശമില്ല. അത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന നുഴഞ്ഞുകയറ്റവും തീവ്രവാദി ആക്രമണങ്ങളും ചെറുക്കാനാണ് കരാർ പ്രകാരമുള്ള അവകാശമുള്ളത്. പക്ഷേ അവർ ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ചൈനീസ് യുദ്ധവിമാനങ്ങളാണ്. അപ്പോൾ അതും റഫേലുമായിട്ട് കമ്പാരിസണേ സാധ്യമല്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവകാശവാദം എടുത്താൽ തന്നെ അവർ ചൈനീസ് നിർമ്മിതമായ J-10 എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനം ഉപയോഗിച്ചിട്ടാണ് റഫേലിനെ വീഴ്ത്തിയതെന്നും പറയുന്നു. ആ അവകാശവാദം പച്ചക്കള്ളമാണെന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യമാകുന്നു. ആ പറയുന്ന J-10 യുദ്ധവിമാനത്തിനെ കവച്ചു വെക്കുന്ന സാങ്കേതിക തികവ് റഫേലിനുണ്ട് എന്നുള്ളത് ഈ റഫേലിൻ്റെ CEO തന്നെ സാക്ഷ്യപ്പെടുന്ന ഒരു അവസ്ഥയും ഇപ്പോഴുണ്ട്. നമുക്ക് ഇപ്പോൾ റഫേലിൻ്റെ 36 വിമാനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് പ്രധാനമായിട്ടും വിന്യസിച്ചിരിക്കുന്നത് അംബാല, ഹരിയാനയിൽ, അതായത് പാകിസ്ഥാൻ്റെ വെല്ലുവിളിയെ നേരിടാൻ വേണ്ടിയിട്ട് അംബാല വിമാനത്താവളത്തിലും, എന്ന് വെച്ചാൽ വ്യോമസേനയുടെ വിമാനത്താവളം. പിന്നെ ചൈനയിൽ നിന്നുള്ള വെല്ലുവിളികൾ നേരിടുന്നതിന് വേണ്ടിയിട്ട് ബംഗാളിലെ ഹസിമര അവിടെയുള്ള വ്യോമതാവളത്തിലും ഈ പറയുന്ന 36 വിമാനങ്ങളെ വേർതിരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യ ഈ കാര്യത്തിൽ, അതായത് നിലവിൽ നമുക്ക് ഒരു പരിമിതി റഫേലിൻ്റെ കാര്യത്തിലുള്ളത് ഇപ്പോഴും എയർഫോഴ്സിന് മാത്രമാണ് ഈ റഫേൽ യുദ്ധവിമാനങ്ങളുള്ളത്. നമ്മുടെ നേവിക്ക്, നമ്മുടെ നാവികസേനയ്ക്ക് റഫേൽ യുദ്ധവിമാനങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനുള്ള കരാർ നടപടികൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. അതായത് INS വിക്രാന്ത് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ നമ്മൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതിലേക്ക് പര്യാപ്തമായ വിമാനങ്ങൾ നമ്മുടെ ഒരു പരിമിതിയാണ്. തേജസ് യുദ്ധവിമാനങ്ങളാണ് നമ്മൾ അങ്ങോട്ട് പരിഗണിച്ചതെങ്കിലും അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ്. അതിൻ്റെ നിർമ്മാണം ഇതുവരെ കാര്യമായി പുരോഗതി പ്രാപിച്ചിട്ടില്ല. 83 തേജസ് യുദ്ധവിമാനങ്ങളാണ് നമുക്ക് ആ കാര്യത്തിൽ വേണ്ടത്. എന്നാൽ അതിൻ്റെ എൻജിൻ GE എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ് തരേണ്ടത്. അത് കൃത്യസമയത്ത് തരാത്തത് കൊണ്ട് അതിൻ്റെ നിർമ്മാണ കാര്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടില്ല. 2024 നേവിക്ക് കൈമാറേണ്ട തേജസ് യുദ്ധവിമാനങ്ങൾ, നേവിക്കും എയർഫോഴ്സിനുമായി 84 യുദ്ധവിമാനങ്ങൾ കൈമാറേണ്ടത് ഇതുവരെ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ ഒരു വിടവ് പരിഹരിക്കാൻ നമുക്ക് ഈ പറയുന്ന റഫേൽ യുദ്ധവിമാനങ്ങൾ നേവിക്ക് ഉപയോഗിക്കാൻ പര്യാപ്തമായ 26 എണ്ണമാണ്. ഏതാണ്ട് 63,887 കോടി രൂപയുടെ വലിയൊരു കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ റഫേലിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന റഫേലുമായിട്ട് ഇത്രയും വലിയൊരു പ്രതിരോധ കരാറിലേക്ക് പോകുമോ എന്നുള്ളത് സാമാന്യ യുക്തിയിൽ ചിന്തിക്കാവുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും റഫേൽ യുദ്ധവിമാനങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കൃത്യമായിട്ട് രേഖകളും എഗ്രിമെന്റും ഒക്കെ ആക്കിയിട്ടല്ലേ കൊണ്ടുവരുള്ളൂ. അതെ, അതായത് റഫേലിന്റെ കാര്യപ്രാപ്തിയെ കുറിച്ച് നമുക്ക് സംശയമൊന്നുമില്ല. കാര്യം പാകിസ്ഥാൻ ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ചപ്പോൾ ചില ചർച്ചകൾ ഉയർന്നു വന്നു എന്നുള്ളത് വാസ്തവമാണ്. അതായത് റഫേലിനേക്കാളും നമുക്ക് വിശ്വസിക്കാവുന്നത്, അതായത് ഫ്രഞ്ച് കമ്പനിയായ റഫേലിനേക്കാളും വിശ്വസിക്കാവുന്ന റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങളാണ് എന്ന തരത്തിൽ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. കാര്യം അത് ഒരു പരിധിവരെ ശരിയാണ്. കാര്യം പ്രകടന മികവിൽ റഫേലിനേക്കാളും മികച്ചു നിൽക്കുന്നത് സുഖോയ് വിമാനങ്ങളാണെന്നുള്ളത് നമുക്കും ബോധ്യമുണ്ട്. അത് നമുക്ക് ഒരു വസ്തുത തന്നെയാണ്. കാര്യം റഷ്യയുടെ സുഖോയ് 57 5ാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് ഇന്ത്യ ചിന്തിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു മികവ് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ നിലവിൽ നമ്മുടെ ഉള്ള റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് അത് പാകിസ്ഥാൻ്റെ വിമാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു മേൽക്കൈ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധവിമാനങ്ങൾ വീഴ്ത്തി എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ അവകാശവാദം പൊള്ളയാണ്. കാര്യം അത് റഫേലിനെ വീഴ്ത്താനും മാത്രമുള്ള ഒരു സംവിധാനവും അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അത് സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനും ഇപ്പോൾ പര്യവസാനമായിട്ടുണ്ട്.